ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങളോടും മാതാപിതാക്കളോടും സഹോദരി സഹോദരന്മാരോടും എൻ്റെ വിനീത പ്രണാമം. ഇന്ന് നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിൽക്കുന്ന കാലിനടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്നു എന്നൊക്കെ നമ്മൾ പഴയ കാലത്ത് പറയുമായിരുന്നു. ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ മുൻപത്തെ ഈ ആളുകൾ ഇന്ന് ഈ സമരപ്പന്തലിനകത്ത് വന്ന് നിൽക്കുന്നതും ഗവൺമെന്റിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ദയ വേണം. ഇത്രയും വലിയൊരു ഗതികേട് ഈ മനുഷ്യ ജന്മത്തിൽ നമുക്കുണ്ടാവുമോ? ജനിച്ചു വളർന്ന് മുത്തച്ഛന്മാരായിട്ടും മുത്തശ്ശിമാരുമായിട്ടുള്ള ആ മണ്ണിൽ ഇത് ഒരു ദിവസം പെട്ടെന്നൊരു നോട്ടീസ് വന്ന് അടിക്കുകയാണ്, ഇത് തന്റെ അല്ലടോ, താൻ ഇറങ്ങിപ്പോ. ആരാണ് ഈ പറയുന്നത്? കോടതിയുടെ യാതൊരു സപ്പോർട്ടുമില്ല. ഒരു ബോർഡെന്നും പറഞ്ഞു വന്നിരിക്കുന്ന ഈ വ്യക്തികൾ പറയാണ്, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. പിന്നീട് അതിനെ രൂക്ഷമായിട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ പറയുന്നത്, ഇത് ദൈവത്തിന്റെ ഭൂമിയാണ്. അത് അള്ളാഹുവിന്റെ ആണോ യേശുവിന്റെ ആണോ കൃഷ്ണന്റെ ആണോ അതൊന്നുമല്ല പ്രശ്നം, ദൈവത്തിന്റെ എന്ന് പറയുന്നു. ആ പറയുന്നവരോട് ഞാൻ ചോദിക്കുന്ന, ഇവിടെ ജീവിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാത്ത മണ്ണ് നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിന് എന്തിനാണെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഇവരുടെ മനം നൊന്നിട്ട് ആ ഭൂമി പിടിച്ചെടുത്തിട്ട് ഇവരെന്താണ് നേടാൻ പോകുന്നത്? ഇതിന്റെ എല്ലാം കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ എലക്ട് ചെയ്ത് പറഞ്ഞയക്കുന്ന ആളുകൾ ഇതുവരയ്ക്കും യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ സ്വാതന്ത്ര്യത്തിന് ശേഷം ബില്ലുകളും അതും ഇതും പാസ്സാക്കിക്കൊണ്ട് നമ്മൾ അറിഞ്ഞില്ല എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത്. നെഹ്റുവിന്റെ സമയത്ത് ഒരു ബില്ല് പാസ്സായി. അത് കഴിഞ്ഞ് റീസെന്റ് നോക്കിക്കഴിഞ്ഞാൽ 2012 ഒരു ബില്ലും കൂടെ പാസ്സായി. പക്ഷെ എന്തുകൊണ്ട് ഈ ബില്ലിൽ ഇന്നിപ്പം ആ ബില്ലിനെ അമെൻഡ് ചെയ്യാൻ വേണ്ടി ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു ബില്ലാക്കി മാറ്റാൻ മോദിജി അതിനുവേണ്ടി ബില്ല് പാസ്സാക്കാൻ നിൽക്കുന്ന സമയത്ത് ഇന്നലെ ഞാൻ ആ ലെറ്റർ കണ്ടതാണ്. നമ്മുടെ ഇവിടുത്തെ MP തന്നെ ലെറ്റർ അയച്ചിരിക്കുന്നു, ഈ ബില്ല് പാർലമെന്റിൽ പ്രസന്റ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട്. ഇതാണ് നമ്മൾ എലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്. അദ്ദേഹമാണ് ആ ലെറ്റർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ പലരും കൊടുത്തു കാണുമായിരിക്കും. പക്ഷെ ഇവിടെ എവിടെയാണ് നമുക്ക് നീതി ലഭിക്കുന്നത്? പിന്നെ ഞാൻ പറയുന്നു, നേരത്തെ ജോണേട്ടൻ വന്ന് പറഞ്ഞ പോലെ ഉണ്ട്, ഇവിടുന്ന് ആരും ഇറക്കി വിടില്ല. പക്ഷെ ഇത് നമുക്ക് ചങ്കൂറ്റത്തോടുകൂടി പറയാം, കാരണം ഇതിനൊരു കോടതി ഓർഡറൊന്നുമില്ല, ഒരു ബോർഡിന്റെ ഓർഡറാണ്. പക്ഷെ ഞാൻ ഇതുപോലെ തന്നെ ഒരു വീട് നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. അപ്പൊ അതിന്റെ വേദന എന്താണെന്നുള്ളത് എനിക്കറിയാം. മരട് ഫ്ലാറ്റ് പോകുന്ന അത് കോടതി ഓർഡറായിരുന്നു. അത് നമുക്ക് പോയേ പറ്റൂ. പോയി പൈസ കിട്ടുക ഒന്നും കിട്ടിയിട്ടില്ല, വിട്ടേക്കും അത്. പക്ഷെ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ഈ ഭൂമി എങ്ങനെ പോകും? ആരുടെ ഓർഡറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയും ഓർഡറില്ല, ഒരു ഇമാജിനേറ്ററി ഓർഡർ. ഇത് മാറ്റിയെടുക്കേണ്ട സമയമായിരിക്കുന്നു. ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് വരേണ്ട സമയമാണ്. അതിപ്പോ സെൻട്രൽ ഭരിക്കുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഞാനങ്ങ് വിട്ടിരിക്കുന്നു. സെൻട്രൽ ഭരിക്കുന്നത്, സെൻട്രൽ തന്നെ ആ റൂൾ ഇവിടെ വരേണ്ട സമയമായിരിക്കുന്നു. അതിന് ശക്തമായിട്ട് നമ്മൾ സെൻട്രൽ ഇത് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതും എല്ലാം കഴിഞ്ഞാലും ശരി, ജോണേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ആരെയും പറഞ്ഞേക്കില്ല കേട്ടോ. നമ്മളെപ്പോലുള്ളവരൊക്കെ ജീവനോടെ ഉള്ളിടത്തോളം കാലം നമ്മളിവിടെ നിൽക്കും. നിങ്ങൾ ശക്തമായിട്ട് വരികയാണെങ്കിൽ അതുപോലെ ശക്തമായിട്ട് നമ്മൾ നിൽക്കും എന്നുള്ള ഒരു വാക്ക് അത് നമ്മളൊക്കെ തരുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നു. അല്ല, വെറുതെ പറയല്ലാതെ. സ്ഥലം എനിക്ക് പോകാനൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്കുള്ള ആ മൊറാൽ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ എല്ലാവരും ജാതി മത ഭേദമന്യേ രാഷ്ട്രീയമില്ലാതെയാണ് ഇപ്പം ജനങ്ങൾ പെരുമാറേണ്ടത്. അതാണ് ഇവിടെ കാണാത്തത്. പല പാർട്ടിക്കാരും ഇവിടെ വന്നിട്ടില്ല ഇത്രയും കാലമായിട്ട്. പാർട്ടിക്കാരെ വിട്ടേക്കും. ഒരു മനുഷ്യത്വപരമായിട്ടെങ്കിലും നിങ്ങളുടെ കൂടെ വന്നു നിന്നുകൊണ്ടൊന്ന് ഒരു ആശ്വാസ വാക്ക് പറയേണ്ട സമയമായിരുന്നു. പക്ഷെ ആരും ഇവിടെ കാണുന്നില്ല. പക്ഷേ ജനങ്ങൾ, കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നമ്മളാൽ കഴിയുന്ന രീതിയിൽ പാർട്ടിപരമായിട്ടും ഗവൺമെന്റ് പരമായിട്ടും ചെയ്യാൻ പറ്റുന്നതെല്ലാം എല്ലാ വിധത്തിലും പ്രശ്നം ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.